പൊള്ളുന്ന ജീവിത വഴി നടന്നു കയറിയാണ് കൊച്ചി സ്വദേശി ബിബിൻ അജയൻ സന്തോഷ് ട്രോഫി കപ്പ് നേടിയ കേരള ടീമിൽ അംഗമായത്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച ബിബിൻ ആലുവയിലെ ജനസേവാ ശിശുഭവന്റെ മേൽവിലാസത്തിലാണ് ഇക്കാലം അത്രയും പൊരുതി നിന്നത്. തനിക്കും താൻ ചേർത്ത് പിടിക്കുന്ന സഹോദരങ്ങൾക്കുമായി സ്വന്തമായൊരു വീട് എന്നതാണ് ബിബിന്റെ ഇനിയുള്ള സ്വപ്നം. ഈ കടയുടെ ഫ്രണ്ടിലൊക്കെ കിടന്ന് അങ്ങനെ പാലത്തിനടിയിൽ കിടന്ന് അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇരുപത്തിനാല് വർഷത്തെ ജീവിതത്തിനിടയിൽ സന്തോഷമെന്നത് അധികമൊന്നും അറിഞ്ഞിട്ടില്ല ബിബിൻ. കൊച്ചിയിലെ തെരുവിൽ നിന്ന് 8ാം വയസ്സിൽ ജനസേവാ ശിശുഭവനിൽ. കൊല്ലം സ്വദേശിയായ അച്ഛനുമായുള്ള ബന്ധം രജിസ്റ്ററിലെ അജയൻ എന്ന പേരിലൊതുങ്ങി. അമ്മയെ ഒടുവിൽ കണ്ടത് 17ാം വയസ്സിൽ. ജനസേവയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ കൂടെ ഉണ്ടായത് കാൽപന്തുകളിയിലെ മികവ് മാത്രം. പലരും പിന്തുണ നൽകിയതോടെ ഫുട്ബോളിൽ പരിശീലനം തുടർന്നു. പിന്നീട് ഇന്ന് വരെ ഡിഗ്രി പഠനവും സെവൻസ് കളിയും ടൈൽ പണിയുമെല്ലാമായി പിടിച്ചുനിന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സെവൻസും ഇല്ല, ഒരു കളിയില്ല. അപ്പോൾ 10ൻ്റെ കാശ് കയ്യിലെടുക്കാനില്ല, ഫുഡ് കഴിക്കാൻ പോലും നമ്മുടെ പൈസ ഇല്ല. നമ്മളാരടുത്തും കൈ നീട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ടൈലിൻ്റെ പണിക്ക് പോയി കുറച്ച് ദിവസം അണ്ടി കമ്പനി വർക്ക് ചെയ്തു. ബിബിൻ ടീമംഗമായ ഗോൾഡൻ ത്രെഡ്സ് കേരള പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായതോടെയാണ് തലവര മാറിയത്. കളിയിലുശിര് സന്തോഷ് ട്രോഫി കേരള ടീമിലെത്തിച്ചു. ഫൈനലിൽ ബംഗാളിനെതിരായ പെനാൽറ്റി കിക്കിൽ ഗോളടിച്ച് ടീമിന്റെ വിജയത്തിന്റെ ഭാഗമായി. സ്വപ്നതുല്യമായത് ജീവിതത്തിൽ നടന്നപ്പോഴും ആ സന്തോഷം ചേർത്തുവെക്കാൻ ബിബിന് സ്വന്തമായൊരു വീടില്ല. ഫുട്ബോൾ ക്ലബ്ബുകൾ നൽകുന്ന വാടക വീടുകളിലാണ് താമസം. റീതു, കാവ്യ, അമ്മു, സുധീഷ്, ആദിത്യൻ, അഖിൽ, അങ്ങനെ ചേട്ടന്റെ സന്തോഷത്തിൽ ഏറെ അഭിമാനിക്കുന്ന സഹോദരങ്ങൾ 8 പേരുണ്ട് ബിബിന്. പല കെയർഹോകളിലായി കഴിയുന്ന ഇവർക്കായി ഒരു കൂടൊരുക്കാനുള്ള അധ്വാനത്തിലാണ് ബിബിൻ. ഇപ്പോൾ ഹോസ്റ്റൽ വിട്ട് കഴിഞ്ഞ് വന്നാൽ അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമല്ല. ഞാനൊരു വീടെടുത്ത് ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എല്ലാവരെയും അവർക്ക് വന്ന് എവിടെ ജോലിക്ക് പോയാലും വന്ന് കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. മുന്നിലെത്തിയ പലവിധ തടസ്സങ്ങൾ തട്ടിത്തെറിപ്പിച്ചാണ് ബിബിൻ ഇതുവരെ എത്തിയത്. കായിക കേരളത്തിന്റെ ഒരു കരുതൽ ഈ അഭിമാന താരത്തിന്റെ കരുത്ത് ഇനിയും കൂട്ടും. കൊച്ചിയിൽ നിന്നും സനീഷ് സദാശിവനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.